ഇന്ന് രാവിലെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടുകാരില്ലേ എനിക്ക് ചക്ക തന്നേ. പിന്നെ തേൻവരിക്കയുടെ ചക്കയായിരുന്നു അത് കേട്ടോ. അപ്പം ഞാൻ അന്നേരം തന്നെ പോയി എടുത്തു അവിടെ വീട്ടിൽ പോയിട്ട്. എന്നിട്ട് ഞാൻ അവർ ശരിക്കും പറഞ്ഞാൽ അടത്തിയൊക്കെ നമുക്ക് തന്ന. പിന്നെ നമുക്ക് ചകിണിയും കുരുവും മാത്രം കളഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. എന്നാ സൗന്ദര്യമുള്ള ചക്കയെന്ന് പറയുന്നത്, നല്ല ടേസ്റ്റും മണവും ഒക്കെ. എനിക്ക് ഭയങ്കര കൊതി തോന്നി, പിള്ളേർക്കും എനിക്കുമൊക്കെ. കൊണ്ടുവന്ന പഴം ഞങ്ങൾ കുറേയേറെ കഴിച്ചു കേട്ടോ. ബാക്കി കുറച്ച് മിച്ചം വന്നു. അപ്പം എനിക്കിനി അത് ഫ്രിഡ്ജിലൊന്നും കീപ്പ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നേ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ചക്കയും ചക്കക്കുരും കളയുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമോ കേട്ടോ. കാരണം അത്രയും നല്ല സാധനമല്ലേ ഇതൊക്കെ. അപ്പം വിഷമൊന്നും അടിക്കാത്ത നല്ല ഉഗ്ര സാധനം. അപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് ബാക്കിയുള്ളതെല്ലാം അവിടെ ഞാൻ വിചാരിച്ചു ഒരു പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ചക്ക കൊണ്ടുള്ള റാഗി പുട്ടുണ്ടാക്കി ഇന്ന്. അപ്പം ഞാനിപ്പം ഇവിടെ പകുതി ഗോതമ്പ് പൊടിയും പകുതി റാഗിപ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇച്ചിരി ജീരകവും തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ കുഴച്ചെടുത്ത് നല്ല പുട്ടിന് കുഴക്കുന്ന എടുത്തു. പിന്നെ എന്താണെന്ന് പറയുക, ചക്ക ചെറുതായിട്ട് അരിഞ്ഞായതുകൊണ്ട് നമ്മൾ ഇച്ചിരി പൊടി ഇട്ടിട്ട് പിന്നെ വീണ്ടും ചക്ക ഇട്ടു, പിന്നെ കുറച്ചുകൂടെ പൊടിയിട്ടു, ചക്കയിട്ട്, അങ്ങനെ മാറി മാറി ഞാൻ ഉണ്ടാക്കിയെടുത്തേ. ഞങ്ങളുടെ പിള്ളേർക്ക് റാഗിപ്പുട്ട് കഴിക്കാൻ പറയുമ്പോൾ സാധാരണ രീതി ഭയങ്കര വിഷമം, അയ്യോ റാഗിപ്പുട്ട് ആണ് ഇഷ്ടമല്ല അവർക്ക്. പക്ഷേ ഇന്ന് അവർ റാഗിപ്പുട്ട് കഴിച്ചു. കാരണം ഈ ചക്കയൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റും മധുരവും ഒക്കെ ആയിട്ട് അവരുണ്ടല്ലോ. പിന്നെ വൈകുന്നേരം ഇനി ഉണ്ടോ എന്ന് വരെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 ഉണ്ടാക്കിയുള്ളായിരുന്നു, പിന്നെ കൊടുത്തു. അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ.